നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയെ അപമാനിച്ചെന്നൊരു കേസിലാണ് ഏറ്റവും കൂടുതൽ രാഹുൽ ഈശ്വറിനെ എല്ലാവരും കേട്ടിരുന്നത്. പക്ഷേ ദിലീപിന്റെ കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പ്രതീക്ഷിച്ചതും രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം തന്നെയാണ്. എന്നാൽ ആ ഒരു പ്രതീക്ഷ തെറ്റിയിട്ടില്ല. അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അതായത് പോലീസിനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സുനിക്കൊപ്പമുള്ള ദിലീപിന്റെ ഫോട്ടോ അത് ഫോട്ടോഷോപ്പാണ്, അത് നിർമ്മിച്ചത് പോലീസ് തന്നെയാണ് എന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ സമർത്ഥിക്കുന്നത്. ഒരുപാട് കേസുകൾ ഇപ്പോൾ അതിജീവിതയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അങ്ങുമായിട്ട് കിടക്കുകയാണ്. കാരണം അതിജീവിതയ്ക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്ന് ഒരു ഭാഗം മുറവിളി കിട്ടുമ്പോൾ മറുഭാഗത്ത് ദിലീപിന് നീതി ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങളും തുടരുകയാണ്. അപ്പോൾ ഇപ്പോൾ അതിനിടയ്ക്ക് കൂടുതൽ ബലവത്ത് നൽകുവാനായിട്ട് രാഹുൽ ഈശ്വരും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി എങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു കേസിന്റെ പോക്ക് തന്നെ വരുന്നത്? അനന്ത ചോദിച്ചാൽ രാഹുൽ ഈശ്വറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടല്ലേ. രാഹുൽ ഈശ്വർ ഈ പറഞ്ഞോണം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ഉൾപ്പെടെ പിടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. കാരണം ഒന്നും കൂടുതൽ പറയരുത്, കാരണം അതൊരു കുടുംബത്തിന്റെ 13 ദിവസത്തോളം ഒരു മനുഷ്യൻ 16 ദിവസത്തോളം ഒരു മനുഷ്യൻ ജയിലിലാക്കും. അതും വെറും ഒരു ഈ പറയുന്നോണം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ടുന്ന ഒരു കേസ് മനഃപൂർവ്വമാണ് എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല, രാഹുൽ ഈശ്വറിന് ഒരു നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പൊ അത് രാഹുൽ ഈശ്വറിന് വേണ്ടി ആരും വാദിച്ചിട്ടുമില്ല. ഈ പറയുന്ന മാധ്യമങ്ങളോ ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ എന്തുകൊണ്ട് ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഒരു സാധാരണ സംഭവത്തിന് ഇത്രമാത്രം ഒരു മനുഷ്യനെ കൊണ്ടൊന്നും ജയിലിൽ ഇടേണ്ട കാര്യം എന്ത് എന്നുള്ള രീതി ആരും ചോദിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടില്ല. അത് രണ്ടാമത്തെ കാര്യം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ രാഹുൽ ഈശ്വർ പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വർ നമ്മൾ ആദ്യമൊക്കെ പ്രതീക്ഷിച്ചു എല്ലാം വെട്ടി തുറന്ന് പറയും, പല കാര്യങ്ങളും പറയും. പക്ഷെ അവിടെ ഒരു ബ്രേക്കാണ് വന്നത്. ഒരു പക്ഷെ കുടുംബത്തോടുള്ള സ്നേഹം, കുടുംബത്തിനെ ബഹുമാനിക്കുന്നതുകൊണ്ട് ഇനിയും ജയിലിലേക്ക് പോകാതെ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് നിൽക്കണം എന്നുള്ള രാഹുൽ ഈശ്വർ ആയിരിക്കാം അതുകൊണ്ട് പുറത്ത്. പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു ഇനി പ്രതികരിക്കുകയൊന്നുമില്ല, ഇനി പറഞ്ഞോണം കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെ വാശി വൈരാഗ്യമല്ല മനുഷ്യന് ഈ പറഞ്ഞതുപോലെ നീതി കിട്ടാണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമത്തിനെതിരെ പോരാടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പല കാര്യങ്ങളിൽ ഇനിയും പിന്നോട്ട് വലിയുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് വീണ്ടും ആർജവത്തോടു കൂടി തന്നെ വാർത്താ മാധ്യമങ്ങളെ കാണുന്നത് ഞാൻ കണ്ടു. അപ്പൊ രാഹുൽ ഈശ്വർ ഒപ്പം ദീപ അവർ രണ്ടുപേരെ നമ്മൾ ചില കാര്യങ്ങൾ കൈയടി കൊടുത്തെങ്കിലേ പറ്റും. കാരണം ഒപ്പത്തിനൊപ്പം തന്നെ ചില ന്യായങ്ങൾക്കും സത്യങ്ങൾക്കും ഒക്കെ വേണ്ടി നിൽക്കുന്ന കാര്യങ്ങൾ രാഹുൽ ഈശ്വർ ഇന്നലെ പറയുന്നത് കേട്ടു. സത്യമാണ് ജയിക്കുന്നത്, സത്യത്തിന്റെ വഴി വലിയ പ്രശ്നമുള്ളതല്ല. പക്ഷെ ഈ തെറ്റ് സത്യമാക്കാനും തെളിയിക്കാനും അതിന് വേണ്ടിയിട്ട് പുറകെ നടക്കാനാണ് വളരെ ബുദ്ധിമുട്ട്. സത്യത്തിൽ നിൽക്കുന്നവർക്ക് കുഴപ്പമില്ല. ഒരു പക്ഷേ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ശരിക്കും പറഞ്ഞ ഒരു പച്ചയായ നല്ലൊരു മനുഷ്യനാണ്, സത്യസന്ധനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളായിരിക്കും അദ്ദേഹത്തിനെ ഈ പറയുന്ന ആൾക്കാർ പുച്ഛിക്കാനും അല്ലെങ്കിൽ തള്ളിക്കളയാനും ഒക്കെ കാരണം. പക്ഷെ അദ്ദേഹം എന്ന ഒരു വ്യക്തി പറയുന്ന ചില കാര്യങ്ങൾ സത്യസന്ധമാണ്, നിലപാടുകളോട് അന്നും ഇന്നും എന്നും ഒരേപോലെ തന്നെ നിൽക്കുന്ന വ്യക്തിയാണെന്ന് ഇന്നത്തോടുകൂടി കുറച്ചുകൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ദിലീപുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചത്. സോഷ്യൽ മീഡിയ അടക്കം ദിലീപിനെതിരെ ഇപ്പോഴും വിചാരണ ചെയ്യുന്നു എന്നുള്ളത് അത് ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നീതിന്യായ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. പിന്നീടും അതിനകത്ത് ആ കോടതിയെ പോലും വിമർശിക്കുന്ന തരത്തിൽ, ആ കോടതിയെ പോലും തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ പലപ്പോഴും വിമർശിക്കുന്ന ഒരു ഭാഗം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതെന്തെന്ന് മനസ്സിലാകും. കാരണം കോടതി വിധി പെട്ടെന്നുണ്ടായ ഒരു വിധിയല്ല, 8 വർഷത്തെ നീണ്ട വിചാരണയ്ക്ക് ശേഷം ഉണ്ടായ വിധിയാണ്. പലപ്പോഴും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഈ കേസ് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നും ദിലീപിന് അനുകൂലമായിട്ടുള്ള വിധി കിട്ടി. അപ്പം ഇനിയിപ്പോൾ നേരെ സുപ്രീം കോടതി പോയാലും ദിലീപിന്റെ വിധി അല്ലെങ്കിൽ ദിലീപിനെ വിട്ടയച്ചു എന്നുള്ളത് ഒരുപക്ഷെ ചിലവർക്ക് അങ്ങോട്ട് അസ്വാരസ്യമായിരിക്കാം, ചിലവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ അവരുടെ തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ ശരിയെന്ന് അവരുടെ 100% തോന്നലായിരിക്കാം. എന്തു തന്നെയായാലും ദിലീപിനെ ശിക്ഷിക്കപ്പെടണം, അതാണ് ഒരു വിഭാഗത്തിന്റെ ആഗ്രഹം. മറുവിഭാഗം ശിക്ഷിക്കപ്പെട്ട ദിലീപ് 8.5 കൊല്ലത്തോളം അനുഭവിച്ച വേദനകൾ, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിഭാഗം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു. ഇങ്ങനെ 2 വിഭാഗമായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മാർട്ടിന്റെ ഒരു വീഡിയോ, പഴയ വീഡിയോ തന്നെയാണ്, വീണ്ടും അത് ഈ പറയുന്നതാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ട്. അതിനകത്ത് മാർട്ടിൻ പറയുന്ന കുറെ കാര്യങ്ങൾ അതിജീവിതയെ പറ്റി കുറ്റപ്പെടുത്തുന്ന, ദിലീപിനെ ഈ പറയുന്ന ചേർത്ത് പിടിച്ചുകൊണ്ട് ലാലിനെ പല അതിലെ പ്രധാനപ്പെട്ട നടന്മാരെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള മാർട്ടിന്റെ വളരെ ഞാനും ഇത് കണ്ടു. പക്ഷെ ഈ പറയുന്നോണം വളരെ ഫ്ലോയിലാണ് പറയുന്നത്. ഞാനിപ്പം ചിന്തിച്ചേ ഇതൊക്കെ ശരിയാണോ? കാരണം ഒരാള് പറയുമ്പം ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ടല്ലോ,
നമ്മൾക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു കാര്യവും ഈ പറയുന്നത് നാച്ചുറലി പറയുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസം. ഒരു നാച്ചുറൽ ആയിട്ട് ഇതിനകത്ത് കട്ടിങ് വല്ലതും ഉണ്ടോ, ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് അല്ല, ഭയങ്കര ഒരു സ്റ്റോറി പറയുന്നത് പോലാണ് ആള് ഫ്ലോയിൽ പറയുന്നത്. ശരിയോ തെറ്റോ നമുക്കറിയില്ല. പക്ഷെ മാർട്ടിൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പൾസർ സുനി പറയുന്നത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ മാർട്ടിൻ പറയുന്നത് വിശ്വസിക്കാൻ ആളില്ല എന്നുള്ളത്. ഈ രണ്ടും ക്രിമിനൽസുകളാണ്, ക്രിമിനൽ കൂട്ടത്തിൽ തന്നെ പറയും. പക്ഷെ പൾസർ സുനി പറയുന്നത് ആൾക്കാർക്ക് വിശ്വസിക്കാമെങ്കിൽ മാർട്ടിൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ മാർട്ടിൻ വലിയൊരു ഇതൊന്നുമല്ല. മാർട്ടിൻ അതിനകത്ത് പറയുന്ന കേട്ടോ നേരത്തുള്ള കേസുകളിലൊന്നും. പക്ഷേ പൾസർ സുനി അങ്ങനെയല്ല, കൊടും ക്രിമിനൽ എന്ന് തന്നെ പറയാം. പക്ഷെ ഇയാൾ അങ്ങനെയല്ല, മാർട്ടിൻ അങ്ങനെയല്ല. അപ്പം പൾസർ പറയുന്ന എന്തും വിശ്വസിക്കാൻ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള എല്ലാവരും തയ്യാറാണ്. പക്ഷെ മാർട്ടിൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പൊ രണ്ടും ക്രിമിനലുകളാണ്, അല്ലെങ്കിൽ ഒരു ക്രിമിനലും പറയുന്നത് വിശ്വസിക്കരുത്. അതിന്റെ യഥാർത്ഥ അന്വേഷണത്തിലേക്കാണ് പോകേണ്ടത്. ഞാൻ നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ പറയുന്നോണം പൾസർ പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്, മാർട്ടിൻ പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്, ഈ പറയുന്ന മറ്റാരും പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്. യഥാർത്ഥ പ്രതിയാണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടുന്നതെങ്കിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അതാണ് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞത്. അതായത് ഫോട്ടോ വരെ ഫാബ്രിക്കേറ്റ് ചെയ്ത്, അത് പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അത് കോടതി വ്യക്തമായി. പിന്നെ ആ ഫോട്ടോ ഒന്നും ഇപ്പൊ കാണാനില്ല. ശരിക്കും അത് ഫോട്ടോഷോപ്പ് എന്നുള്ള രീതിയിലാണ്, എത്തിയിട്ടില്ല. അപ്പോൾ പോലീസ് തന്നെ അതിനകത്ത് കളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കേസിന്റെ വിധിന്യായ വാർപ്പൊക്കെ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനകത്ത് പലതും പരസ്പര വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത്. ഈ പറയുന്ന സ്ഥലങ്ങളിൽ വെച്ച് പൾസർ സുനിയെ കണ്ടു എന്നുള്ളത്, പൈസ കൊടുത്തു എന്നുള്ളത്, പല ഡേറ്റുകൾ വ്യത്യാസം, പല മൊഴികൾ വൈരുദ്ധ്യമുള്ള മൊഴികൾ, ഈ അതിജീവിത പറയുന്നതുമായിട്ടും വളരെ വൈരുദ്ധ്യങ്ങൾ തോന്നുന്ന പലയിടങ്ങളിൽ. അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ദിലീപിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ വിധി വന്നത്. അപ്പൊ ഈ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ജഡ്ജി കേസ് പഠിച്ച് പറഞ്ഞതല്ല. 8 മാസം തിരിച്ചും മറിച്ചും നീണ്ടും ഒക്കെ വെച്ച് അവസാനം എത്തിയ ഒരു വിധിയാണ് അല്ലെ. 8.5 വർഷം പഠിച്ചിട്ട് ഒരു വിധി പറഞ്ഞ ജഡ്ജിയെ പോലെ, അത് നീതിന്യായ വകുപ്പിനെ പോലെ ഇപ്പൊ ചോദ്യം ചെയ്യുകയാണ് ഈ പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ. അത് എന്തിനു ചോദ്യം ചെയ്യണം? ചോദ്യം ചെയ്യാതെ അത് കാരണം ആ ക്രിമിനലുകൾക്ക് ഇപ്പോഴും ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള വ്യക്തിയാണ് കണ്ടെത്തേണ്ടത്. അത് അവിടെ പാകപ്പുഴ വന്നെടുത്താണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേരെ ചോദ്യം ചെയ്യണം, പ്രോസിക്യൂഷന്റെ നേരെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഇത് നമുക്കിപ്പോ ഇപ്പൊ അനിത എനിക്കൊരു കാര്യം കൊണ്ടു തന്നു, അനിത പറയാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റി പറയുന്ന തെളിവുകളടക്കം എനിക്ക് കൊണ്ടു തന്നു. അപ്പൊ ഞാൻ നോക്കുന്ന പരിശോധനയിൽ ആ തെളിവുകൾ സത്യസന്ധമാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും അല്ലെ. അതിൽ വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നു. അപ്പൊ പല കാര്യങ്ങളും അപ്പൊ മറ്റേ ആള് പറയും അതല്ല, ഞാൻ അത് അയച്ചല്ല എന്ന് പറഞ്ഞാൽ ആൾക്ക് ബാധിക്കാം. അപ്പം ആള് പറയുന്നത് എന്റെ ഫോണിൽ നിന്ന് അപ്പൊ അതിന്റെ തെളിവുകളും കൂടെ എനിക്ക് കിട്ടി. ഇതെല്ലാം വിശദമായി പരിശോധിക്കുമ്പോൾ എനിക്കൊരു നിരീക്ഷണത്തിൽ എത്താൻ പറ്റത്തില്ലേ. അപ്പൊ കോടതിയിൽ എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ നീതിന്യായ കോടതി, അതും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കോടതി ഈ ഒരു വിധി പറയുമ്പോൾ ആ ജഡ്ജിയെയും കോടതിയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ആൾക്കാർ പോകുന്നത്. ഇപ്പൊ ഇന്നലെ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്ന അതിജീവിത ഇതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയെ ചോദ്യം ചെയ്യുന്നത് തെറ്റ് തന്നെയല്ലേ? കോടതിയെ ചോദ്യം ചെയ്യുന്നതിനും കോടതിയുടെ വിധിയുടെ ഇതിലും കയ്യേറുന്നതും തെറ്റ് തന്നെയല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ ഒരു നീതി, മറ്റുള്ളവർക്ക് മറ്റൊരു നീതി, അങ്ങനെ പാടില്ല. ഇപ്പം ദിലീപിന്റെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ട്. കാരണം കോടതി അദ്ദേഹത്തിന് വിട്ടയച്ചു. ഇനി നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകൂ. ഹൈക്കോടതിയിൽ നിങ്ങൾ കൃത്യമായ തെളിവുകൾ നൽകൂ. ഇതിപ്പോ ദിലീപ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഇതിനകത്ത് ദിലീപ് പ്രതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിലിൽ ആകെ കാണാം. പക്ഷെ അദ്ദേഹം അല്ല തെറ്റുകാരെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പറയുന്ന വ്യക്തികളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഇത്രത്തോളം ആ ഫീൽഡിലിട്ട് വലിച്ചു കീറി എന്തോ പറയുന്നത് ചവിണ്ടിയാക്കിയില്ലേ? അതെ, ദിലീപ് തെറ്റുകാരൻ അല്ലെങ്കിൽ പോലും ഈ ഒരു ഗൂഢാലോചന നടത്തിയ ഒരു വ്യക്തി ഉണ്ട്. അതെ, ആ വ്യക്തി നിങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ആ പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോട് ഇത്രയും ക്രൂരമായി ഇത്രയും ചെയ്ത ആ തെറ്റുകാരനെയാണ് കണ്ടെത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു മാഡത്തെ കുറിച്ച് അതെ, ആര് തന്നെ അതെ, ഈ മാഡം മാത്രമല്ല പല പൾസർ സുനിയെ നന്നായിട്ട് ചോദ്യം ചെയ്ത് കൃത്യമായിട്ട് എല്ലാം കിട്ടും. അപ്പൊ അത് നന്നായിട്ട് ഇത് ചെയ്തിട്ട് എവിടെയൊക്കെയാണോ വൈരുദ്ധ്യങ്ങളുള്ള, ഇനി അതല്ല ദിലീപ് തന്നെയാണ് കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് അറിയോ ഗൂഢാലോചന നടത്തിയ ദിലീപാണെന്ന്? ദിലീപ് കാണിച്ചിട്ടുള്ള വൈരാഗ്യങ്ങളുടെയും ഇതിന്റെ സാന്നിധ്യത്തിലാണ് ദിലീപ് തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇനി പൾസർ സുനി പറയുന്നത്, ഈ പൾസറിന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല.
അപ്പൊ അതിൽ ആരാണ് എന്ന് ഇതാരാണ് എന്നുള്ള തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിനും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷനും ഒക്കെയാണ്. അപ്പൊ അതിലേക്കാണ് പോകേണ്ടുന്നത്. അല്ലാതെ ഒരാൾ ഗൂഢാലോചന നടത്തി എന്ന് 10 പേര് പറയുമ്പോൾ അയാളിലേക്കല്ല തിരിയേണ്ടത്, ഇതിന്റെ സത്യത്തിന്റെ വഴിയിലേക്കാണ് തിരിയേണ്ടത്. അപ്പൊ അത് തിരിഞ്ഞ് അത് കണ്ടെത്തിയാൽ ആ വഴിയിലേക്ക് പോയാൽ ചിലപ്പോൾ ഇതിനിടയിൽ ദിലീപാണ് കുറ്റക്കാരനെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ ഇനിയും കിട്ടാൻ സാധ്യത. അങ്ങനെയൊന്നും സത്യത്തെ വളച്ചൊടിച്ച് മറച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. സത്യം എന്നായാലും പുറത്തു വരും. പക്ഷെ ഇത്രയും വർഷമായ സ്ഥിതിക്ക് ആ ഒരു തെളിവുകൾക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയി? ഒന്നുമില്ല നഷ്ടപ്പെടാൻ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ പാതയിലേക്ക് ഇനി പോയാലും കിട്ടും. പക്ഷെ അത് ഒരാളിലേക്ക് മാത്രം പോകുമ്പോൾ മറ്റൊരാൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തേത്. അപ്പം മറ്റാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരാളെ ചതിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ചതിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കത്തില്ല. സത്യമേ ജയിക്കും. സത്യമേവ ജയതയെന്ന് നമ്മൾ പറയത്തെ അതേ ജയിക്കും. ഇപ്പോൾ എനിക്കിതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, ഇപ്പൊ അത് പല മുതിർന്ന അഡ്വക്കേറ്റ്സ്, നമ്മളൊന്നും അത്രയും വലിയ ഇതിന്റെ ലോയോ കാര്യങ്ങളോ നമുക്കൊന്നും അറിയുന്ന എനിക്കറിയില്ല, അനിതയ്ക്കും അറിയാം. പക്ഷെ പറയുന്നതും ഒക്കെ വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണോ ക്ലിയർ ചെയ്ത്, ഇത് പലപ്പോഴും ഈ അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ച് അവരെ അത് ജയിക്കാൻ വേണ്ടിയിട്ട് പലതും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ദിലീപിന് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കേസ് ജയിക്കാൻ വേണ്ടിയിട്ടും ശിക്ഷ നൽകാൻ വേണ്ടി കുറെ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക. ആ ചെയ്തത് പോലും ബൂമറാങ് പോലെ ഇവർക്ക് തിരിച്ചടിയായിട്ട് വന്നു. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ടുള്ള സത്യത്തിന്റെ വഴിയിൽ ഒരു അന്വേഷണം നടത്തുക. സത്യത്തിന്റെ വഴി ഹൈക്കോടതി പോകണം. ആ പെൺകുട്ടി ഇനി പോകാൻ തയ്യാറ്, ഞാൻ പറയുന്നത് പോകണം. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനാ സംഘം ഉണ്ടെങ്കിൽ പോവുക തന്നെ വേണം. ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് ഞാനും പറയുന്നു. കാരണം ഇതിന് പിന്നിൽ എന്തായാലും ഒരാളില്ല. കാരണം അത് നമുക്ക് വസ്തുതാപരമായിട്ട് അറിയാം. പൾസർ സുനിയുടെ പഴയ ജീവിതം ഇപ്പോഴത്തെ ജീവിതം ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഇത് എവിടുന്ന് ഫണ്ട് വന്നു. ഇതൊക്കെ കണ്ടെത്താനേ ഉള്ളൂ. ഈ പറയുന്ന തെളിവുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെ നഷ്ടപ്പെടാൻ? ഈ ക്യാഷ് ഇട്ട് അർമാദിക്കും അമ്മാനും ആടുന്നവരെ കണ്ടെത്തി ഇതിന്റെ പുറയിൽ ഈസി ആയിട്ട് കണ്ടെത്താം. ആ കണ്ടെത്തുമ്പോൾ പിന്നെ വേണ്ടുന്ന ആ വ്യക്തിയും ഇവനുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവുകളാണ്. അല്ലാതെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ടുന്ന തെക്കോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ അടക്കമുള്ള ദിലീപിന് വേണ്ടി വാദിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ദിലീപ് തെറ്റുകാരനല്ല എന്ന് വെച്ച് ഞാൻ പറയത്തില്ല ദിലീപ് തെറ്റുകാരനാണോ എന്നും അല്ല എന്ന് ഞാൻ പറയത്തില്ല. കാരണം അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതി ഇപ്പൊ തീരുമാനിച്ചു തെറ്റുകാരനല്ല എന്നുള്ളത്. ഓക്കെ, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ആ നീതിപീഠത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇനിയും അതിജീവിതം പറയുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ്. തെളിയിക്കപ്പെടട്ടെ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഈ തെളിവുകൾ കൊടുത്തതിന്റെ അഭാവത്തിലോ അല്ലെ കേസ് നടത്തുന്നതിന്റെ അഭാവമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തിയിട്ട് ഇനി മുന്നോട്ട് പോകുക തന്നെ വേണം. അതിന് നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതല്ലെങ്കിൽ മറുഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കുക. ദിലീപ് അല്ല, ഇനി നാളെ ഒരു സമയത്ത് മറ്റൊരാള് ഇതിനകത്ത് വന്നു, ആ വ്യക്തിയാണ് ക്രിമിനൽ എന്ന് മനസ്സിലാക്കിയ 8-9 കൊല്ലത്തോളം ഇനി ഹൈക്കോടതിയും സുപ്രീം കോടതി പോകുമ്പോൾ എത്ര വർഷമായിരിക്കും ആ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ആ കുടുംബമൊക്കെ അനുഭവിക്കുന്നത്? അത് തന്നെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. അവർക്കൊരു അമ്മയുണ്ട്, 2 പെൺകുട്ടികളുടെ അച്ഛനാണ്, ഭാര്യയുണ്ട്. അപ്പം അവരൊക്കെ അനുഭവിക്കുമല്ലേ. അപ്പോൾ ഒരായുസ് മുഴുവനും അവർ ഇതിന്റെ പുറകെ നടന്ന് അനുഭവിക്കേണ്ടി വരും. അവസാനം തെറ്റുകാരനല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ. തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും, എന്താ പറയുന്നത്, ഈ ശിക്ഷയൊന്നും പോരാ, ജീവപര്യന്തം അല്ല, നല്ല കട്ട ശിക്ഷ തന്നെ നൽകണം. പക്ഷെ അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു ചിന്തിക്കും, ഈ പറയുന്നവരൊക്കെ എന്തായിരിക്കും? ഇപ്പം പോലും വിധി പറഞ്ഞിട്ട് പോലും, സെഷൻസ് കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് പോലും ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇനി സുപ്രീം കോടതി പോയാലും ഇനി അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. അവർക്ക് വേണ്ടുന്ന ഒരു വ്യക്തിയാണോ, ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയാണോ, അതോ യഥാർത്ഥ ക്രിമിനലിനെയാണോ? അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. യഥാർത്ഥ ക്രിമിനലിനെയാണ് നമുക്ക് വേണ്ടുന്നത്. ഇതിനകത്ത് ഗൂഢാലോചന ചെയ്തിട്ടുള്ള യഥാർത്ഥ വ്യക്തിയാണ്. അത് ദിലീപ് ആണെങ്കിലും മറ്റൊരു വ്യക്തിയാണെങ്കിലും ആ യഥാർത്ഥ വ്യക്തിയെ ഇനിയെങ്കിലും കൊണ്ടുവരണം. വരിക തന്നെ വേണം. കാരണം ഇത് രാജ്യം നോക്കിയ ഒരു കേസാണ്, എത്രയോ വർഷങ്ങളായിട്ടുള്ള കേസാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം ആ ക്രിമിനലിനെ കണ്ടെത്തണമെന്നുള്ളത്. ആ വ്യക്തി, അത് ദിലീപ് ആണെങ്കിലും മറ്റൊരാളാണെങ്കിലും ആരാണെങ്കിലും അത് കൃത്യമായിട്ട് കണ്ടെത്തും. ഇതിപ്പം ഇതിന്റെ അഭാവം എന്ന് ഈ ഗൂഢാലോചന കണ്ടെത്താത്തത് കൊണ്ടാണ് ഞാൻ എങ്ങനെ പറഞ്ഞത്. പക്ഷെ ഗൂഢാലോചന ഇന്ന ആള് എന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് 100% അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്ന്. ഞാനത് പറയാത്തത് പൾസർ സുനി മാത്രം ഈ പറയുന്ന പെൺകുട്ടിയോട് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ലോജിക്കായിട്ട് നമുക്ക് ചിന്തിക്കാം. അവർ തമ്മിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ സാഹചര്യം, അല്ലെങ്കിൽ അതങ്ങനെ കണ്ടെത്തണം. അതൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇത് വെറുതെ ഇപ്പം ഡൽഹിയിൽ നമ്മൾക്ക് ബലാത്സംഗം ചെയ്ത പെൺകുട്ടി മരിച്ച നമുക്കറിയാം ഇൻസിഡന്റ്, പെട്ടെന്നുണ്ടായ ഇൻസിഡന്റ്. അത് ഈ ഗൂഢാലോചന ചെയ്തല്ല. ആ പെൺകുട്ടി വണ്ടിയിലേക്ക് കയറുന്നു, അതിന്റെ സുഹൃത്തിനെ തള്ളിയിടുന്നു. പെട്ടെന്ന് അക്രമികൾ മദ്യത്തിന്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷെ ഇതങ്ങനല്ല.
ഈ ഒരു സ്റ്റോറി നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് 2 വട്ടമാണ് ഇത്തരത്തില് അവര് കുടിക്കാൻ ശ്രമിച്ചിരുന്നത്. ഒന്ന് ഗോവയിൽ. അതെ അതെ അതെ. അപ്പൊ ഇത് നമുക്കൊന്ന് നോക്കാവുന്നേ ഉള്ളൂ. ഇതിന്റെ ആ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ട്രാപ്പ് ചെയ്യാണ്. അല്ലാതെ ഇപ്പൊ ആ പെൺകുട്ടി പെട്ടെന്ന് ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ട സ്ഥലത്തു നിന്നുണ്ടായ ബലാത്സംഗമല്ല. ഇപ്പൊ സൗമ്യ കൊലക്കേസ് തന്നെ ഒറ്റപ്പെട്ട സംഭവത്തിൽ നടന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ജിഷയുടെയൊക്കെയാണ് ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ആക്രമണമാണ്. ഇതങ്ങനെയല്ല. ഇത് മനഃപൂർവ്വമായിട്ട് ഗൂഢാലോചന നടത്തി പോകുന്ന വഴി ട്രേസ് ചെയ്ത് പിടിച്ച് ആ പെൺകുട്ടിയോട് ഈ ക്രൂരത കാണിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢലക്ഷ്യമുണ്ട് അല്ലെ. അത് ഈ പറയുന്ന പൾസർ സുനി തന്നെ ഗൂഢാലോചന നടത്തി ചെയ്തെങ്കിൽ അങ്ങനെ കണ്ടെത്തി തെളിയിക്കുക എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. അത് കണ്ടെത്തണമല്ലോ. അത് പക്ഷെ വന്നിട്ടില്ല ഇതുവരെ. എങ്ങനെയാണ്? അപ്പോൾ പൾസർ സുനി അത് പറയണം. പൾസർ ഞാൻ മനഃപൂർവ്വമായിട്ട്, പക്ഷെ അത് പറയുന്നത് എനിക്ക് പണമായിരുന്നു ലക്ഷ്യമെങ്കിൽ അത് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ അതിജീവിത തന്നെ ഓഫർ ചെയ്തു തനിക്ക് എത്ര വേണമെങ്കിലും പൈസ തരാമെന്ന്. പക്ഷെ അതല്ല. അപ്പൊ അതിൽ എന്താണെന്നുള്ളത് പൾസർ സുനി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അയാളിൽ തന്നെ നിർത്തിക്കൊണ്ട് കേസ് നന്നായിട്ട് അന്വേഷിക്കണം, സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കണം. അത് ഞാൻ പറയുന്നത് CBI അന്വേഷണം ആയാലും എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കണം. കാരണം അയാളിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയ ഇതിന്റെ പിന്നിൽ ആരാന്ന് ഈസി ആയിട്ട് ഒരുപക്ഷെ കണ്ടെത്താവുന്ന ഒരു കേസാണ്. ഇത്രയും വർഷം വലിച്ചു നീട്ടി ഒരാളിൽ മറ്റൊരാൾക്ക് തിരിഞ്ഞത്. അപ്പൊ പൾസർ സുനിയെ മുൻനിർത്തിക്കൊണ്ട് ഈ കേസ് നന്നായിട്ടൊന്ന് ഈ പറയുന്നോണം അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന സംഗതികളേ ഉള്ളൂ. എന്തോരം വലിയ കൊലപാതകങ്ങളും കേസുകളും ഒക്കെ നമ്മുടെ കേരള പോലീസ് കണ്ടെത്തി. അപ്പൊ ഇത് മനഃപൂർവ്വം ഒന്നീ ആ പെൺകുട്ടിയോട് നമ്മുടെ പോലീസും നമ്മുടെ സർക്കാരും ഒക്കെ ചെയ്ത നീതിയാണെന്നേ ഞാൻ പറയാം, മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ പറയുന്നോണം ഒരാളിലേക്ക് തന്നെ തിരുത്താൻ വേണ്ടി മറ്റാരോ അന്വേഷണ സംഘത്തിനെ വഴിതെറ്റി വിട്ടു. അപ്പൊ ഇതാണ് അത് തന്നെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും അത് ആരാന്ന് കണ്ടെത്തണം. അതാണ് വേണ്ടുന്നത്. കാരണം നീതിയാണ് വേണ്ടുന്നത്. അപ്പോൾ രാഹുൽ ഈശ്വറിന്റെ കാര്യം പറഞ്ഞു, നേരെ ദിലീപിലേക്ക് പോയി. രാഹുൽ ഈശ്വറിന്റെ ആ ഒരു രീതി ഇപ്പം ആ ജയിലിൽ കിടന്നപ്പോൾ തന്നെ ഒപ്പം കിടന്ന 2-3 പേർക്ക് വേണ്ടി കൂടി സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച. പക്ഷെ ഇങ്ങനെയൊക്കെ രാഹുൽ ഈശ്വർ ചെയ്യുമ്പോഴും മറുഭാഗത്ത് രാഹുൽ ഈശ്വറിന് വലിയ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നു എല്ലാ ആണുങ്ങളും പാവം എന്ന് പറയുന്നതിൽ ഇത് ഇത്തരത്തിലുള്ള നീതി. പക്ഷെ അത് നന്നായിട്ട് ഒരാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ആരും തെറ്റ് ചെയ്തു എന്ന് പറയില്ല അല്ലെ. അപ്പൊ രാഹുൽ ഈശ്വർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഇനിയെങ്കിലും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞോണം തിരിച്ചടിയായിട്ട് വരും. ചിലപ്പം തെറ്റ് ചെയ്തവനെ ആയിരിക്കും ചിലപ്പോൾ രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു അമളി പറ്റിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഇതുവരെയുള്ള നിലപാടിന് നേരെ വിരുദ്ധമായിട്ട് വലിയ ഒന്നാമത് സ്ത്രീപക്ഷ മനോഭാവമുള്ള സമൂഹമാണ്. അപ്പൊ അതിനിടയ്ക്ക് പുരുഷപക്ഷ മനോഭാവത്തോട് കൂട്ടിയിരിക്കുന്ന രാഹുൽ ഈശ്വർ ശരിക്കും ഒരു ഒറ്റയാൾ പോരാളിയാണ്. അപ്പൊ അവിടെ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ മിക്കവാറും അത് വലിയ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുരുഷന്മാരെ സംരക്ഷിക്കുന്നതൊക്കെ നല്ലതാണ്. ഈ തെറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പൊക്കെ നല്ലതാണ്. പക്ഷെ അത് ശ്രദ്ധിക്കുക. കാരണം വലിയ ഹീനപാപങ്ങളെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കൂടെ വരുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെന്നുണ്ടെങ്കിൽ നാളെ വലിയൊരു തിരിച്ചടി രാഹുൽ ഈശ്വർ. അപ്പൊ ഇതൊരു വലിയ റിസ്കി ഫാക്ടറാണ് രാഹുൽ ഈശ്വർ ഏറ്റെടുക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരു ഇരട്ട നീതിയല്ല വേണ്ടുന്നത്. കാരണം 2 പക്ഷത്തു നിന്ന് സംസാരിച്ച് പോകുന്ന ഒരു നീതി വേണം. അത് സമൂഹം ഇനിയും ചർച്ച ചെയ്യണം എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അത് പറയാതെ പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല. മാധ്യമ പ്രവർത്തകരാണെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് സംസാരിക്കരുത്. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തന്നെ എടുത്താൽ നമുക്ക് ആദ്യം വിവാഹിതയാണ് എന്നൊരു കൺസേൺ വന്നതോടുകൂടിയാണ് നമുക്കൊക്കെ ബോധ്യപ്പെട്ടത് അവിടെ ഒരു ഉഭയകക്ഷി ബന്ധം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ചാറ്റിങ് വന്നപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ അറിയോ? നമ്മൾ എന്താ വിചാരിക്കുന്നത്? അയ്യോ, ക്രൂരമായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു, അതിക്രിമിനൽ. രണ്ടാമത്തെ അങ്ങനെയാണ് വന്നത്. പക്ഷെ അതിപ്പം പുറത്തേക്ക് വരുന്നത് ഇഷ്ടപ്രകാരം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഭാഗത്തു നിന്ന് പറയാൻ ഒരാളുള്ളതും നല്ലത് തന്നെയാണ്. പക്ഷെ അതിനിങ്ങനെ തൂക്കിയെടുത്തിടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു വാർത്ത കാണുമ്പോൾ അതിന് വിശകലനം ചെയ്യാം. പണ്ടൊക്കെ വിശകലനം ചെയ്യാൻ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ ഉള്ളത്, ആ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് എല്ലാവരും അവരുടെ അഭിപ്രായം പറയുന്നു. അതിന് പിടിച്ച് ജയിലിലിടാൻ ചെന്നാൽ കോടിക്കണക്കിന് ആൾക്കാർ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു പ്രക്രിയ ഈ CPM ഭരണകാലത്തേ ഉള്ളൂ. ഇതിപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതാണ്. അത് മനഃപൂർവ്വം ആ ഭാഗത്തിനെ പിടിച്ച് ജയിലിട്ട്, അത് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ പിടിച്ച് ജയിലിലിട്ടാൽ നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ പിടിച്ച്, ഇപ്പൊ എന്നെ ഉൾപ്പെടെ പിടിച്ച് എപ്പോഴും ജയിലിൽ ഇടേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ഇത് പ്രവണത മാറ്റുന്നതായിരിക്കും നല്ലത്. ഇപ്പം കോടതിയിലേക്ക് തെറ്റിദ്ധാരണ പടർത്തിയാണ് ജാമ്യം പോലും നിഷേധിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ
അപ്പോൾ അത്തരത്തിലുള്ള ഒരു സർക്കാരിന്റെ നിലപാടുകളാണ് ആദ്യം മാറ്റേണ്ടത്. അതിജീവിതമാരോടൊപ്പം തന്നെയാണ് എല്ലാവരും. പക്ഷെ അതിൽ ഒരു ശരിയുടെ ഭാഗം കൂടി ഉണ്ടെങ്കിൽ, ഒരു നീതിയുടെ ഒരു വെട്ടമെങ്കിലും നമുക്ക് മറുഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പക്ഷം കൂടെ നമ്മൾ കേൾക്കണം, കേൾക്കാതിരിക്കരുത്. അപ്പൊ അതാണ് സമൂഹത്തിലേക്ക് രാഹുൽ ഈശ്വർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പോരാട്ടം ജയിച്ചതിന് തുല്യമാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇനി ആ പോരാട്ടം തുടരട്ടെ. ഏതായാലും ഒരു വിഭാഗം ആൾക്കാർ രാഹുൽ ഈശ്വറിനോടൊപ്പം ഉണ്ട്, അതല്ലേ?